നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആറളഫാം 10ാം ബ്ലോക്കിൽ കാട്ടാന വീടിന്റെ അടുക്കള തകർത്തു. ആനകൾ കശുവണ്ടി ഭക്ഷിക്കുന്നത് ഫാമിന് വരുത്തുന്നത് വൻ നഷ്ടം. 2ാം ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നില്ല. പഠിതാക്കൾ ദുരിതത്തിൽ. കൊട്ടൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവലോകന യോഗം. വാർത്തകൾ വിശദമായി. കാട്ടാന വീടിന്റെ അടുക്കള ഭാഗം തകർത്തു. ആറളഫാം 10ാം ബ്ലോക്കിലെ രമാകലയുടെ വീടിന് നേരെയാണ് ആക്രമണം. ആറളഫാം പുനരധിവാസ മേഖലയിലെ 10ാം ബ്ലോക്ക് ആനമുക്കിലെ താമസക്കാരിയായ രമാകല്ലയുടെ വീടിന് നേരെയാണ് ബുധനാഴ്ച രാത്രി കാട്ടാനയുടെ ആക്രമണം. രാത്രി 9:30 കാട്ടാന രമയുടെ വീടിന്റെ അടുക്കള ഭാഗത്തെ ചുമരിന്റെ ഒരു ഭാഗവും ആസ്പെറ്റോസ് ഷീറ്റും തകർത്തു. തുമ്പിക്കൈ കൊണ്ട് വീട്ടിനകത്തേക്ക് നീട്ടി. വീട്ടിലുണ്ടായിരുന്ന രമയും മകൾ രമ്യയും രമ്യയുടെ മക്കളായ 4 വയസ്സുള്ള ആദിദേവ്, 7 വയസ്സുള്ള ദീക്ഷിത് എന്നിവരും ഭയന്ന് വിറച്ചു. ഇവരുടെ നിലവിളി കേട്ട് സമീപത്തെ ബന്ധുകൂടിയായ സനീഷ് ഓടിയെത്തുമ്പോഴേക്കും കാട്ടാന സനീഷിന് നേരെ തിരിഞ്ഞു. ഒടുവിൽ പടക്കം പൊട്ടിച്ചും മറ്റുമാണ് കാട്ടാനയെ വീട്ടിനു സമീപത്തു നിന്നും അകറ്റിയത്. വനംവകുപ്പ് സംഘവും സ്ഥലത്തെത്തി. ഈ വീട്ടുമുറ്റത്ത് 2ാം തവണയാണ് കാട്ടാന എത്തുന്നത്. ഞാനും കുട്ടികളും അമ്മയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇവിടെ വീട്ടില്. ഞങ്ങളിങ്ങനെ ചോറ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഇതിലൊരു 2 ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ ഉള്ളിൽ കൂടെ തുമ്പിക്കൈ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇതെന്താ സംഭവം എന്ന് വിചാരിച്ചു ഇങ്ങനെ നോക്കുമ്പോഴാണ് ആന. കുട്ടികളെ വേദന ഞാൻ അകത്തോട്ട് തള്ളിയിടുമ്പത്തേനും കുട്ടികൾ മറിഞ്ഞു വീണാകുമ്പത്തേനും ആന ഇത് തള്ളി അകത്തോട്ട് കയറുമ്പോഴത്തേനും ഞാൻ അമ്മേനും കുട്ടികളും ഇതിന്റെ ഉള്ളിലേക്ക് ഓടിക്കയറ്റി. അപ്പത്തേനും ഇതിനെ ചവിട്ടി ഇവിടെ ചവിട്ടിയപ്പോ അകത്ത് വിള്ളലുണ്ട്. അങ്ങനെ ഞാനും ചെറിയ കുട്ടികളും മാത്രമേ അമ്മ ഉണ്ടായിട്ടുള്ളൂ. ആന ഞങ്ങൾ പിന്നെ കാലറിക്കറിയുന്ന ഫോറസ്റ്റുകാരെ വിളിക്കാനുള്ള ഇത് ഞങ്ങൾക്ക് കിട്ടിയില്ല പേടിച്ചിട്ട്. ഇപ്പൊ മാമന്റെ മോനും ഉണ്ടായിരുന്നു. അവര് ഓടി വരുമ്പോഴത്തേന് അവര് ആന അങ്ങോട്ടേക്ക് ഓടിച്ചപ്പോ അവര് പറയുന്നത് ഞങ്ങൾക്കോട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവര് തിരിച്ചോടിച്ച സമയത്ത് പിന്നെ അവര് ഓടിച്ചു. മാമന്റെ മോനെ ഓടിച്ചു, ആനനെ ഓടിച്ചപ്പോഴത്തേന് ഫോറസ്റ്റുകാർ ഫോറസ്റ്റുകാരെന്ന് വെച്ചാൽ വന്നത് 2 ആള്, ആകപ്പാടെ വന്ന 2 ആള്. അവര് ഇത്ര വലിയ ആനയ്ക്ക് ഇവര് വന്നിട്ട് എന്ത് ചെയ്യാം. പിന്നെ കുറച്ച് ആകുമ്പോഴത്തേനും ആറട്ടി അവര് വണ്ടി വന്നു. ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അമ്മേന്റെ ഇവിടെ ഇങ്ങനെ കട്ട വന്നടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കുട്ടികളെ കാലിന് ചെറിയ മുറിവുണ്ട് ഓടി വീണപ്പോൾ. തുമ്പിക്കൈ ഇട്ടിട്ട് അകത്തോട്ടേക്ക് ഇട്ടു. ഇപ്പോഴാണ് ഞങ്ങൾ കണ്ടത് ഇതെന്താ സംഭവം എന്ന് വിചാരിച്ചിട്ട്. എന്തോ ഒച്ച കേട്ട് ഞാൻ പെട്ടെന്ന് ഞാൻ ഇവിടത്തേക്ക് വന്നു, ഈ വീടിന്റെ അടുത്തേക്ക് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവരെ കരച്ചിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ. പിന്നെ വേഗം തിരിച്ചോടി ആ വീട്ടിൽ കുറച്ച് പടക്കെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വിഷുവിന് വാങ്ങി ആ സാധനം എടുത്തിട്ട് വരാന്ന് ഓർത്തിട്ട് പെട്ടെന്ന് ഓടി വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേന് ഞാൻ വണ്ടി വെച്ചെടുത്തേക്ക്. ആ വണ്ടി കുറേ അങ്ങ് ദൂരത്തെ ഉണ്ടായേ. അപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടി ഇവിടത്തേക്ക് വരുമ്പോഴത്തേന് ആന എൻ്റെ മുമ്പിൽ തന്നെ നേരെയായി. പിന്നെ എനിക്ക് പടക്കം കത്തിച്ചെറിയാൻ നല്ല വേറെ രക്ഷയില്ലല്ലോ. പിന്നെ അതും കത്തിപ്പോൾ അടക്കം പൊട്ടിച്ച് ഇവന്മാരെ നോക്കണമല്ലോ. അപ്പോൾ ആന എനിക്ക് വേറെ ഇതിലും വരത്തില്ല. ഇത് മൊത്തം കാടായതുകൊണ്ട് ഇതിൽ ആന വന്നൊന്നും ഒന്നും പിടിക്കില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നേരെ ഇതിലെ വരുന്ന ഓടി ഇവിടത്തേക്ക് വന്ന് ഇവിടെ നിൽക്കുമ്പോൾ ആന അവിടെ എൻ്റെ മുമ്പിൽ തന്നെ എത്തി. പിന്നെ ഒരു രക്ഷയില്ല. പടക്കം കത്തിച്ചെറിഞ്ഞപ്പോൾ ഇവിടെ താഴെ വീട്ടിലുള്ള 2-3 ഏട്ടവരുണ്ടായിരുന്നു. അവരും പെട്ടെന്ന് ഓടി വന്ന് എന്നോട് പറഞ്ഞു എവിടെ ആന ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏട്ടാ ഇതാ നിൽക്കുന്ന ആനയെന്ന് പറഞ്ഞു. അതിൽ ആന പതിയെ ഇങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞ് അന്നേരം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഫോറസ്റ്റ് തന്നെ വന്നത്. ആന കുറച്ച് ഇങ്ങ് മാറി നിന്ന് കഴിഞ്ഞിട്ട് അവരെ വിളിച്ചാൽ വലിയ അങ്ങനെ ഉപകാരമില്ല, നല്ല ഉപകാരമുണ്ട്. എന്നാലും അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവരും എത്ര അവിടേക്ക് ആന കയറിയിരിക്കുന്ന അവരെ ഒരു കാരണവശാലും പറഞ്ഞിട്ട് കാര്യമില്ല. മുൻപ് കാട്ടാന വീട്ടുമുറ്റത്തുള്ള പ്ലാവിൽ നിന്നും ചക്ക പറിച്ചതായും വീട്ടുകാർ പറഞ്ഞു. രമയുടെ മകൻ ഋതുവിന് 2 ആഴ്ച മുൻപാണ് പുനരധിവാസ മേഖലയിൽ നിന്നും മലാൻ കുറുകെ ചാടി ഇരുചക്രവാഹനത്തിൽ നിന്നും വീണ് പരിക്ക് പറ്റിയത്. അപ്പം ആ പുതിയ റോഡിലായതുകൊണ്ട് പൊടിയിട്ടുണ്ട്. ഇത് ചാടിപ്പം ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടില്ല. അപ്പോൾ സ്ലിപ്പായിട്ട് പോകുന്നു. അങ്ങനെ കാലിന് പരിക്ക് പറ്റി 3 ആഴ്ചയായി ഇവിടെ തന്നെ കിടക്കുന്നത്. അപ്പം റെസ്റ്റാണ്. അന്നേരമാണ് ആന വീണ്ടും വന്നത്. അന്നേരമാണ് വീണ്ടും ആന വന്ന് വീടും പൊളിച്ച്. ഇനിയിപ്പോ ഇതിലെങ്ങനെ കിടക്കുന്നൊരു പേടി. മൊത്തത്തിൽ വേവലാതിയാണ് ഇപ്പം. പിള്ളേരെല്ലാം ഉള്ളതല്ലേ. പുനരധിവാസ മേഖലയിൽ ഏറെ ഭയത്തോടെയാണ് താമസക്കാർ കഴിയുന്നത്. നിരവധി കാട്ടാനകളാണ് വിവിധ ബ്ലോക്കുകളായി തമ്പടിച്ചിരിക്കുന്നത്. വനംവകുപ്പ് സംഘം രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ പട്രോളിംഗ് നടത്തുന്നുണ്ടെങ്കിലും പുനരധിവാസ മേഖലയിലുള്ള കാട്ടാനകളെ വനത്തിലേക്ക് കയറ്റിവിടാൻ സാധിക്കുന്നില്ല. അഥവാ വനത്തിലേക്ക് കയറ്റിവിട്ട കാട്ടാനകളാകട്ടെ തിരിച്ച് വീണ്ടും ഈ മേഖലയിലേക്ക് തന്നെ ഇറങ്ങുകയാണ് പതിവ്. ഇവിടെയുള്ള താമസക്കാരുടെ ജീവനും സ്വത്തിനും ഒരു വിലയും ഇല്ല എന്നുള്ളതാണ് ഈ മേഖലയോട് അധികൃതർ കാണിക്കുന്ന അനാസ്ഥ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ഇനി ആനപ്പിണ്ടത്തിൽ നിന്നും കശുവണ്ടി ശേഖരിക്കാൻ മാത്രമായി ആളുകൾ വേണ്ടിവരും. ഈ കാട്ടാനകളുടെ ഒരു കാര്യമേ. ആറളം ഫാമിന്റെ സാമ്പത്തിക ഭദ്രത തന്നെ നിലനിൽക്കുന്നത് ആറളം ഫാമിനകത്തെ കശുവണ്ടിയുടെ വിളവനുസരിച്ചാണ്. എന്നാൽ ഇപ്പോൾ കശുവണ്ടി ശേഖരിക്കാൻ കശുമാവിൻ ചുവട്ടിൽ പോകേണ്ടി വരില്ല. പകരം ആന പോയ വഴി ആനപ്പിണ്ടം നോക്കി പോയാൽ മതി. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി.
ഒരു ആനപ്പിണ്ടത്തിൽ നിന്ന് മാത്രം 2-2.5 കിലോ കശുവണ്ടി ലഭിക്കുമത്രേ. ആർളം ഫാമിൽ തമ്പടിച്ച കാട്ടാനകൾ ഇപ്പോൾ കശുമാവൊക്കെ കുലുക്കി താഴെ വീഴുന്ന കശുമാങ്ങ കശുവണ്ടിയോടെയാണ് അകത്താക്കുന്നത്. ഇതോടെ കശുവണ്ടി ശേഖരിക്കുന്നവർ കാട്ടാന പോയ വഴി പിണ്ടവും തപ്പി നടക്കുകയാണ്. നമ്മളിപ്പോൾ കശുവണ്ടി വാട്ടെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരാന തിന്നുന്ന ഒരു 200 കിലോ 300 കിലോ വണ്ടി ഡെയിലി തിന്നുന്നുണ്ട്. ഇത് അതിൻ്റെ ഒരു സാമ്പിൾ മാത്രമാണ് ഇതിപ്പോൾ റോഡിൽ ഉള്ളിലോട്ടെല്ലാം കാണണം. ആന നേരുന്നുണ്ട്. ഇവരോട് പറയുമ്പോൾ ഇവർക്കൊരു തമാശ പോലെ. അവർ ഫോറസ്റ്റുകാർ വരുന്നുണ്ടോ എന്ന് വെച്ചാൽ വരുന്നുണ്ട്. എന്തിന് റോഡിൽ വന്നിരിക്കും. റോഡിൽ ആന വരുമോ? വരുന്നുണ്ട്. ഫോറസ്റ്റുകാർ വിളിക്കുമ്പോൾ എല്ലാ സമയത്തും വരുന്നുണ്ട്. അവർ ഇതൊന്നുമല്ല. പക്ഷേ അവർക്ക് ആന ഓടിക്കേണ്ട. ആന ഇവിടെ നിന്നാൽ മതി. ആനക്ക് തീറ്റ ഇവിടെയുണ്ട്, കശുവണ്ടിയുണ്ട്. കശുവണ്ടി കഴിയുമ്പോൾ തെങ്ങ് പറിക്കും, തെങ്ങ് കഴിയുമ്പോൾ കാങ്ങ് പറിക്കും. അങ്ങനെല്ലാം തീർന്നു. ഇനി ഓരോ കൃഷികളും ഈ ഫാം നശിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉദാഹരണം ഇവർ അനാസ്ഥയാണ്. ഇതിപ്പം തന്നെ കാണുമ്പോൾ നമുക്കിതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരോടും പറഞ്ഞു, അധികാരികളോടെല്ലാം പറഞ്ഞു, നമുക്ക് ഒരു വിധത്തിലും വയക്കിയ പൈസ പോലും, കാട് തെളിച്ച പൈസ പോലും കിട്ടാത്തൊരവസ്ഥയുള്ളത്. കാട് തെളിച്ച പൈസ കിട്ടണ്ട, അതുപോലും കിട്ടാത്ത അവസ്ഥയുള്ളത്. ഈ ദൃശ്യം പകർത്തിയത് കീഴ്പള്ളി പാലപ്പുഴ റോഡരികിലെ ഫാം നഴ്സറിക്ക് സമീപത്തു നിന്നുമാണ്. 10-20 കാട്ടാനകളാണ് ഈ മേഖലയിൽ വിഹരിക്കുന്നത്. ഇങ്ങനെ ഓരോ ദിവസവും കിലോ കണക്കിന് കശുവണ്ടിയാണ് നശിച്ചു പോകുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. രണ്ടാം ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നില്ല. പഠിതാക്കൾ ദുരിതത്തിൽ. പുതിയ ഉത്തരവിനെതിരെ വ്യാപക പ്രതിഷേധം. മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ ഉത്തരവ് പ്രകാരം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നിരുന്നില്ല. ഇതോടെ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും ഇരട്ടി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നടത്തിയിരുന്നു. എന്നാൽ വെള്ളിയാഴ്ചയും ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുമെന്ന് കരുതി ജബ്ബാർ കടവിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ പഠിതാക്കൾ എത്തിയിരുന്നു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. ഡ്രൈവിംഗ് പരിഷ്കാരങ്ങൾ വേണ്ട രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ നടപ്പിലാക്കുവാൻ ശ്രമിച്ച ഗതാഗത വകുപ്പിനെതിരെ പഠിതാക്കൾ ഉൾപ്പെടെ പ്രതികരിച്ചു. 2-3 മാസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട വന്ന് ഇപ്പം ലൈസൻസ് കിട്ടാനും നമ്മൾ എത്ര വെയിറ്റ് ചെയ്യണമെന്ന് പോലും നമുക്കറിയില്ല. കാരണം അവർ നിയമങ്ങൾ മുകളിൽ നിന്ന് പറഞ്ഞു, പക്ഷേ ആ നിയമം ഇന്ന ദിവസം നടപ്പിലാക്കും എന്ന് തീരുമാനിക്കുമ്പോൾ ഗ്രൗണ്ടിൽ അതിൻ്റെ രീതി കൊണ്ടുവന്നിട്ടുണ്ടാവണം. അത് കൊണ്ടുവരുപോലും ചെയ്യാണ്ടാണ് നമ്മളോട് ഈ നിയമമാണ് ഇന്ന നിയമം പാസ്സായി, ഇന്ന നിയമം ഇന്ന ദിവസം തൊട്ടിട്ട് തുടങ്ങുക എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇതുപോലെ കഷ്ടപ്പെട്ട് മക്കളെ എല്ലാം വീട്ടിലാക്കി ഇത് പഠിക്കാനും പോയി, അത് പഠിച്ചു കഴിഞ്ഞ് ഒന്ന് ടെസ്റ്റിന് വരുമ്പോഴത്തേനും ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരെന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരു നിയമം കൊണ്ടുവരുമ്പം ആദ്യം ആ നിയമത്തിൻ്റെ രീതി അവർ സർക്കാർ നടപ്പിലാക്കിയോ നോക്കി അതിനുശേഷം വേണം ആ നിയമം ജനങ്ങളിലേക്ക് അടിച്ചിറക്കാൻ. ഇതിപ്പോൾ ജനങ്ങൾ ആദ്യം ചെയ്യേണ്ട അവസ്ഥയും സർക്കാർ ഒന്നും ചെയ്യാത്ത അവസ്ഥയാണ് നമ്മൾ അനുഭവിക്കുന്നത്. വെളുപ്പിനെ വന്ന് ഞങ്ങളിവിടെ ടെസ്റ്റിന് വന്നതാണ്. അന്നേരം ഇന്ന് നടക്കുകയില്ലെന്ന് പറഞ്ഞു. ഇന്നലെ ട്രയലിന് വന്നു. കനത്ത ചൂടിൽ ഞങ്ങൾ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കത്തിക്കരിഞ്ഞ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തേച്ച് പോകുന്നത്. ഇത്രയും നാളും പ്രാക്ടീസ് ചെയ്തതും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പം ഇത് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് പരിഗണന തരാതെ ഇനി അടുത്ത ഡേറ്റ് കിട്ടുന്നത് വരെ ഞങ്ങൾക്ക് പഠിക്കാം. പിന്നെ ഞങ്ങൾ സമയമെടുത്ത് പഠിച്ച് വെയിലും കൊണ്ട് പഠിച്ച് പിന്നെ ഞങ്ങളത് ചെയ്യണം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ആ തരത്തിലും അനുഭവിക്കുന്നു. സർക്കാർ ഈ തീരുമാനം പെട്ടെന്ന് നടപ്പിലാക്കിയതിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും പ്രതിഷേധിച്ചു. ലേണേഴ്സിന് അപേക്ഷ കൊടുത്ത മുഴുവൻ ആളുകൾക്കും ഇന്ന് അപേക്ഷ കൊടുത്താൽ നാളെ തന്നെ ലേണേഴ്സ് ടെസ്റ്റ് കൊടുക്കേണ്ട ഒരു സംവിധാനം നമുക്ക് കേരളത്തിൽ വേണം. നമ്മുടെ അപേക്ഷകർ കേരളത്തിൽ തന്നെ ലൈസൻസ് എടുക്കാനുള്ള സംവിധാനം സർക്കാർ ഉണ്ടാക്കി തരണം. ഇതാണ് നമുക്ക് ഒന്നാമതായിട്ട് ഇന്ന് പറയാനുള്ളത്. ലേണേഴ്സ് ടെസ്റ്റിന് അപേക്ഷ കൊടുത്ത് 2 മാസം കഴിഞ്ഞിട്ട് ലേണേഴ്സ് കിട്ടുന്ന സമയത്ത് കുട്ടികൾ നമ്മുടെ അടുത്ത് ചേരാതെ മറ്റുള്ള സംസ്ഥാനത്തേക്ക് പോയി ആശ്രയിക്കേണ്ട അവസ്ഥ വരുന്നത്. അത് സർക്കാരിൻ്റെ പിടിപ്പുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇത് നമുക്കൊരു മാറ്റം, കാതലായ മാറ്റം വരണം. ലേണേഴ്സ് ലൈസൻസിന് മേടിക്കുന്ന ഫീസ് ആദ്യം ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിക്കുന്ന സമയത്ത് ലേണേഴ്സ് ടെസ്റ്റിൻ്റെ ഫീസ് മാത്രം ആദ്യം വാങ്ങിച്ച് അവർക്ക് ലേണേഴ്സ് ടെസ്റ്റ് കൊടുക്കുക. ലേണേഴ്സ് ടെസ്റ്റ് കൊടുത്തതിന് ശേഷം 6 മാസം വരെ വണ്ടി ഓടിച്ച് പഠിക്കാനുള്ള സമയം കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം റെഡിയായവർക്ക് മാത്രം ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഫീസ് അടച്ചുകൊണ്ട് അവർക്ക് ടെസ്റ്റ് കൊടുക്കേണ്ട സംവിധാനം ഉണ്ടാക്കുക. ഇതാണ് നമുക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. ഇവിടെ സംഭവിക്കുന്നത് എന്താ, ഈ 4/2024 സർക്കുലർ പ്രകാരം നമ്മളുടെ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതിനുള്ള ഭൗതിക സാഹചര്യം നമ്മുടെ സർക്കാർ ഉണ്ടാക്കിയതിന് ശേഷം ഈ പരിഷ്കാരങ്ങൾ വരുത്തുകയാണെങ്കിൽ, പരിഷ്കാരങ്ങൾക്ക് ഞങ്ങൾ എതിരല്ല, പരിഷ്കാരങ്ങൾ വരുത്തുകയാണ് വേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇപ്പം പ്രതിഷേധിക്കുന്നു. പക്ഷേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പുള്ളത്. ഇന്നലെ രാവിലെ തന്നെ ഈ പ്രക്ഷോഭവുമായി നിൽക്കുന്ന സമയത്ത് തന്നെ മന്ത്രി ഒരു
ചാനലിൽ കൂടിയിട്ട് ഒരു ഫോൺ സംഭാഷണം കേട്ടിരുന്നു. മലപ്പുറം കേന്ദ്രീകരിച്ച് അവിടെയുള്ള ആൾക്കാർ ഭയങ്കര ഒരു മാഫിയ, ഡ്രൈവിംഗ് സ്കൂളുകാർ ഭയങ്കര മാഫിയ സംഘങ്ങളാണെന്ന്. അതേത് രീതിയിലാണ് സാറ് പറഞ്ഞതെന്നറിയില്ല. പക്ഷേ മലപ്പുറം ആയാലും കണ്ണൂരായാലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ ഉദ്യോഗസ്ഥന്മാരും നല്ല രീതിയിലാണ് ടെസ്റ്റ് നടത്തിക്കൊണ്ട് പോകുന്നത്. സാധാരണക്കാരെ ഉൾപ്പെടെ ബുദ്ധിമുട്ടിക്കുന്ന ഗതാഗത മന്ത്രിയുടെ തീരുമാനം തിരുത്തണമെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞു. 2ാം ദിവസവും സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം അറിയിച്ചു. ട്രേഡ് യൂണിയൻ പ്രതിനിധികളായ ഇ.കെ. സോണി, ടി.എൻ. ജയേഷ്, കെ.വി. രശാന്ത്, സക്കീർ, രഞ്ജിത്ത് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവലോകന യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം അധ്യക്ഷത വഹിച്ചു. കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി അവലോകന യോഗം ചേർന്നത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവവുമായി ബന്ധപ്പെട്ടുകൂടിയായിരുന്നു യോഗം വിളിച്ചു ചേർത്തത്. യോഗത്തിൽ വാർഡുതല സാനിറ്റൈസേഷൻ കമ്മിറ്റി കാര്യക്ഷമമാക്കാനും തീരുമാനമായി. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തിയ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം അധ്യക്ഷത വഹിച്ചു. പുറമെ കിടക്കുന്ന വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സമയത്ത് നമുക്ക് അവധിക്കാരാണ്, സ്കൂളുകളൊന്നുമില്ല. സ്കൂളുകളിലെ കുട്ടികളെ എടുത്തിട്ട് ചെയ്തെന്ന് പറയുന്നതൊന്നും അത്ര നടക്കുന്ന കാര്യമല്ല. പക്ഷേ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് പൊതുവെ പറയുകയാണെങ്കിൽ അങ്ങനെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ കുമ്പാരങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം കാര്യങ്ങൾ ബുദ്ധിമുട്ട് വരും. പിന്നെ ഈ പറയുന്ന ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഉത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാ മേഖലയിലും ചെയ്യുന്നുണ്ട്. വാർഡ് മെമ്പർമാർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഹൈവിഷൻ ന്യൂസ്, കേളകം. വായനയ്ക്ക് അവധിയില്ല. തില്ലങ്കേരി ഗവൺമെന്റ് യു പി സ്കൂളിന്റെ നേതൃത്വത്തിൽ സഞ്ചരിക്കുന്ന പുസ്തകശാല പര്യടനം തുടങ്ങി. ഈ വേനലവധിക്കാലത്തും വായനയ്ക്ക് അവധിയില്ല എന്ന സന്ദേശവുമായാണ് ഈ വരുന്ന ഒരു മാസം മുഴുവൻ കുട്ടികളെയും വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുവാൻ തില്ലങ്കേരി ഗവൺമെന്റ് യു പി സ്കൂൾ പുത്തൻ പദ്ധതി ആവിഷ്കരിച്ചത്. എല്ലാ കുട്ടികളും സ്കൂൾ തുറക്കുമ്പോഴേക്കും 10 പുസ്തകമെങ്കിലും വായിക്കുകയും അവയുടെ കുറിപ്പ് തയ്യാറാക്കി ക്ലാസ് ടീച്ചറെ ഏൽപ്പിക്കുകയും മികച്ച കുറിപ്പ് എഴുതിയ 2 പേർക്ക് സമ്മാനം നൽകുകയും ചെയ്യുന്നതിനായാണ് ഈ പദ്ധതി. ഈ കൊടും വേനലിൽ പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിയിൽ വന്ന് എടുക്കുവാനുള്ള പ്രയാസം കണക്കിലെടുത്ത് സഞ്ചരിക്കുന്ന പുസ്തകശാല എന്ന പേരിൽ സ്കൂൾ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ കുട്ടികളുടെ സമീപ പ്രദേശത്ത് സൗകര്യപ്രദമായ ഇടങ്ങളിൽ വെച്ച് വിതരണം ചെയ്യും. സ്ഥലങ്ങളും സമയങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉദ്ഘാടനമാണ് തില്ലങ്കേരി വായനശാലയിൽ വെച്ച് നടത്തിയത്. തില്ലങ്കേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി. ശ്രീമതി ഉദ്ഘാടനം നിർവഹിച്ചു. വായനശാല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളിലേക്ക് വായനയുടെ മഹത്വം എത്തിക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് യു പി സ്കൂള് വിനോദ് മാഷിന്റെയും വിജേഷിന്റെയും എല്ലാം നേതൃത്വത്തിൽ വളരെ മഹത്തായ ഒരു പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് ഈ വെക്കേഷൻ കാലത്ത് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ വായിച്ചുകൊണ്ടേ ഇരിക്കുക എന്നത് നമ്മുടെ എല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വായന മരിക്കുന്നു എന്ന കുറേയേറെ മൊഴികളെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. എല്ലാ ഇടങ്ങളിൽ നിന്നും പറയുന്നതാണ് വായന മരിക്കുന്നു എന്ന ഒരു വാക്ക്. പക്ഷെ നമ്മളൊരു പരിശോധന നടത്തി നോക്കിയാൽ വായന മരിച്ചിട്ടൊന്നുമില്ല, മരിക്കുന്നുമില്ല. പി ടി എ പ്രസിഡന്റ് കെ വിജേഷ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ പി വിനോദ് കുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി മെല, ബിജു, ജനാർദ്ദനൻ, കെ കെ രജിഷ, എ ഹിമ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. പായം ഗ്രാമപഞ്ചായത്ത് മഴക്കാലപൂർവ്വ ശുചീകരണം പഞ്ചായത്ത് തല സംഘാടക സമിതി രൂപീകരിച്ചു. പായം ഗ്രാമപഞ്ചായത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ പഞ്ചായത്ത് തല സംഘാടക സമിതി രൂപീകരിച്ചു. പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പ്രമീള അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എൻ ജസി, മുജീബ് കുഞ്ഞിക്കണ്ടി, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ജയപ്രകാശ് പന്തയ്ക്ക, ഇരട്ടി SI ടി ജി അശോകൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ബി ബിനോജ്, പഞ്ചായത്ത് സെക്രട്ടറി കെ ജി സന്തോഷ്, ഡോക്ടർ ചെന്നകേശ്വർ, വിഇഒ വിനീഷ് വർഗീസ്, ശുചിത്വ മിഷൻ പ്രതിനിധി സജിത എന്നിവർ സംസാരിച്ചു. ജീവിക്കുന്ന പ്രദേശത്ത് ആളുകൾക്ക് കൂടി മാതൃകയാക്കി മാറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. അതോടെ അദ്ദേഹത്തിന്റെ കൂടെ ചേർന്നുകൊണ്ട് അവിടെയുള്ള ആളുകൾ, അതുപോലെ തന്നെ അവിടെയുള്ള വായനശാല ക്ലബിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെ അതിന്റെ ഭാഗമായിട്ട് മാറുകയും എല്ലാ ദിവസവും അവിടെ ഒരു സമിതി രൂപീകരിച്ചതിന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസങ്ങളിലും ഓരോ ആൾക്ക് ചുമതല കൊടുത്തു, 1-2 പേർക്ക് ചുമതല കൊടുത്തുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി.
കൊട്ടിയൂർ വൈശാഖ മഹോത്സവം താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച കൊട്ടിയൂർ ദേവസ്വം ഹാളിൽ നടന്നു. ഉത്സവ ആവശ്യങ്ങൾക്കായി വിവിധ വിഭാഗങ്ങളിൽ 500ഓളം ജീവനക്കാരെയാണ് താൽക്കാലികമായി നിയമിക്കുന്നത്. 28 നാൾ നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം മെയ് 21 നടക്കുന്ന നെയ്യാട്ടത്തോടെ തുടക്കമാകും. വൈശാഖ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ജനറൽ വോളണ്ടിയർ, മണിത്തറ വോളണ്ടിയർമാർ, വഴിപാട് കൗണ്ടർ ജീവനക്കാർ, കുടിവെള്ള വിതരണം, പ്രസാദം പാക്കിംഗ്, ശുചീകരണം, അന്നദാനം, മെഡിക്കൽ തുടങ്ങിയ വിഭാഗങ്ങളിലായാണ് ജീവനക്കാരെ നിയമിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായുള്ള കൂടിക്കാഴ്ചയാണ് കൊട്ടിയൂർ ദേവസ്വം ഹാളിൽ വെച്ച് നടന്നത്. താൽക്കാലികക്കാരുടെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏകദേശം 500ഓളം ആൾക്കാരിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. നമുക്കിവിടെ ഈ ഉത്സവത്തിന് 28 ദിവസവും പലതരത്തിലുള്ള ജോലി നടത്തേണ്ടതുണ്ട്. അതിന് പറ്റിയ ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംരംഭമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആളുകൾ വളരെ വിശ്വസ്തന്മാരും പ്രവർത്തന കാര്യത്തിൽ വളരെ കാര്യക്ഷമതയുള്ളവരും ആയിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ട്രസ്റ്റി ബോർഡ് മെമ്പേഴ്സ് എല്ലാം ഉള്ള ഈ കമ്മിറ്റിയാണ്. അതുപോലെ ഇവിടുത്തെ മാനേജർ, എക്സിക്യൂട്ടീവ് ഓഫീസർ ഇവരൊക്കെ ചേർന്ന ഒരു ഗ്രൂപ്പ് നിന്നിട്ടാണ് ഇവരെ ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ മണിത്തറ, വഴിപാട് കൗണ്ടർ, കുടിവെള്ളം, ശുചീകരണം, പ്രസാദം പാക്കിങ്, മെഡിക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പേരായിരുന്നു വെള്ളിയാഴ്ച നടത്തിയ കൂടിക്കാഴ്ചയിൽ പങ്കാളികളായത്. കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ KC സുബ്രഹ്മണ്യൻ നായർ, എക്സിക്യൂട്ടീവ് ഓഫീസർ K ഗോകുൽ, ട്രസ്റ്റിമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. വനിതാ ജീവനക്കാരെ നിയമിക്കാനുള്ള കൂടിക്കാഴ്ച ശനിയാഴ്ച നടക്കും. ഹൈവിഷൻ ന്യൂസ്, കേളകം. തൊണ്ടിയിൽ സെന്റ് ജോൺസ് UP സ്കൂളിൽ ത്രിദിന അവധിക്കാല പ്രത്യേക പരിശീലന പരിപാടിയായ ഭാവോത്സവത്തിന് തുടക്കമായി. തൊണ്ടിയിൽ സെന്റ് ജോൺസ് UP സ്കൂളിൽ ത്രിദിന അവധിക്കാല പ്രത്യേക പരിശീലന പരിപാടിയായ ഭാവോത്സവത്തിന് തുടക്കമായി. സാഹിത്യകാരൻ ബാബുരാജ് മലപ്പട്ടം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ സോജൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു. വിനോദ് നടുവത്താനിയിൽ, ഗ്ലോറി റോബിൻ, നിനു ജോസഫ്, ബീന ജോസഫ്, പ്രസാദ് തോമസ് എന്നിവർ സംസാരിച്ചു. നാടൻപാട്ട്, കഥ, കവിതാരചന, അഭിനയം, നാടൻ കളികൾ, കരകൗശല വസ്തു നിർമ്മാണം, ചിത്രരചന, വാനനിരീക്ഷണം എന്നിവയുടെ പരിശീലന കളരിയാണ് ഭാവോത്സവം. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഉൾപ്പെടുത്തിയുള്ള ക്യാമ്പ് ഫയറും ഭാവോത്സവത്തിന്റെ ഭാഗമായി നടക്കും. വിവിധ മേഖലകളിൽ പ്രശസ്തരായ ഷിബു മുത്താട്ട്, ബാബുരാജ് മലപ്പട്ടം, അമർനാഥ് KM, ജിജി P നമ്പ്യാർ, വിനോദ് മാസ്റ്റർ, ജിജോ ജോസഫ്, അനൂപ് സ്കറിയ തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. ബ്യൂട്ടി പാർലർ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത ബിന്ദുവിനെ വ്യാപാരി വ്യവസായ സമിതി പേരാവൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ബ്യൂട്ടി പാർലർ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ബിന്ദുവിനെ വ്യാപാരി വ്യവസായ സമിതി പേരാവൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. അതൊക്കെ വളരെ ഓർമ്മിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതിനെ തേടി ശരിയാണ് ഇപ്പോൾ അതിൻ്റെ GPSൻ്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഇതൊരു പരിധി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് 6 മാസം കഴിഞ്ഞ ശേഷം അന്നേരം മെമ്പർമാർ തീരുമാനിക്കണ്ടേ മാറ്റണം വേണ്ടതെന്നുള്ള കാര്യം. ടാർഗറ്റ് നിലയിലായല്ല, നിലനിൽക്കുന്ന ശേഷം ഇത് മാറ്റം വേണ്ടത് മെമ്പർമാർ തീരുമാനിക്കാം. നമ്മൾ കാരണം എന്ന് പറഞ്ഞാലും മെമ്പർമാരെ സമ്മതത്തിൻ്റെ അനുഭവം ചെയ്യാൻ സാധിക്കില്ലല്ലോ. GPSൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ബിന്ദുവിനെ നിയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചേർന്നിട്ടുള്ളത്. കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സഹദേവൻ ബിന്ദുവിനെ ആദരിച്ചു. ചടങ്ങിൽ ആക്ടിംഗ് പ്രസിഡന്റ് ശശി, MK ബാബു, അഷ്റഫ് ചെവടിക്കുന്ന്, വർഗീസ് ഫൈനാൻസ്, ഷൈജിത് കോട്ടായി, സനൽ ഭാസ്കരൻ, റിയാസ്, റീജ, ബീന, മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.
ചുങ്കക്കുന്ന് ഗവൺമെന്റ് UP സ്കൂൾ 2023-24 വർഷത്തെ LSS USS വിജയികൾക്കുള്ള അനുമോദനവും സ്കൂൾ ലൈബ്രറി പുസ്തക വിതരണവും ചുങ്കക്കുന്നിൽ നടന്നു. കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം ഉദ്ഘാടനം ചെയ്തു. ചുങ്കക്കുന്ന് ഗവൺമെന്റ് UP സ്കൂൾ LSS USS വിജയികൾക്കുള്ള അനുമോദനം ചുങ്കക്കുന്നിൽ നടന്നു. വാർഡ് മെമ്പർ മിനി പൊട്ടങ്കലിന്റെ അധ്യക്ഷതയിൽ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച് അവിടുത്തെ കുട്ടികളെല്ലാം മികച്ച വിജയം നേടിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും എന്ന് പറയാൻ ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് സ്കൂളിലിരിക്കുന്ന വാർഡിലെ മെമ്പർ ബാബു ബാങ്കോട്ടിൽ അടക്കമുള്ളവർ സ്കൂളുമായിട്ട് ചേർന്ന് എല്ലാവിധ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കറിയാം ഓരോ ഫണ്ടുകളുടെ കാര്യം വരുമ്പോൾ, സ്കൂളിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ് മേടിച്ച് പൈസ അതിനുവേണ്ടി ചെലവഴിക്കുന്ന ഒരാളാണ് ബാബു ബാങ്കോട്ടിൽ. അപ്പോൾ ഈ അടുത്ത കാലത്തും കൂടി അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളിൽ പൈസ വെച്ച് എല്ലാ നല്ല രീതിയിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാൻ നമ്മൾ സ്കൂളിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ചടങ്ങിൽ സ്കൂൾ ലൈബ്രറി പുസ്തകങ്ങൾ വീട്ടിലെത്തിക്കുന്നതിന്റെ ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം നിർവഹിച്ചു. വാർഡ് മെമ്പർ ബാബു മാങ്കോട്ടിൽ, പ്രധാനാധ്യാപകൻ ER വിജയൻ, ഷാജി മാസ്റ്റർ, സിനിജ ടീച്ചർ, PD തങ്കച്ചൻ മാസ്റ്റർ, ഷാബു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണവും നടത്തി. ഹൈവിഷൻ ന്യൂസ്, കേളകം. കേളകം ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർക്ക് ദാഹമകറ്റാൻ മഞ്ഞളാമ്പുറം UP സ്കൂൾ PTA നേതൃത്വത്തിൽ സൗജന്യ സംഭാര വിതരണത്തിന് തുടക്കമായി. കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് ഉദ്ഘാടനം ചെയ്തു. കത്തുന്ന വേനലിൽ ദാഹമകറ്റാൻ കേളകം മഞ്ഞളാമ്പുറം UP സ്കൂൾ PTA നേതൃത്വത്തിൽ സ്നേഹാമൃതം സൗജന്യ സംഭാരം വിതരണത്തിന് തുടക്കമായി. കേളകം ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ദാഹമകറ്റുന്നതിനായാണ് സംഭാരം വിതരണം ചെയ്യുന്നത്. എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് സംഭാരവും കുടിവെള്ളവും വിതരണം ചെയ്യുന്നത്. ബസ് ഡ്രൈവർമാർ, ചുമട്ടുതൊഴിലാളികൾ, യാത്രക്കാർ, കച്ചവടക്കാർക്കുൾപ്പെടെയാണ് സംഭാരവും കുടിവെള്ളവും വിതരണം ചെയ്യുന്നത്. വാർഡ് മെമ്പർ സുനിത രാജു വാദ്യാട്ടിന്റെ അധ്യക്ഷതയിൽ കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് ഉദ്ഘാടനം ചെയ്തു. മഞ്ഞളാമ്പുറം UP സ്കൂളിനെ സംബന്ധിച്ച് വളരെ മാതൃകാപരമായൊരു പ്രവർത്തനത്തിനാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളം ചുട്ടുപൊള്ളുകയാണ്. പല ജില്ലകളിലും ഉഷ്ണതരംഗം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ 4 പേർ അത്യുഷ്ണത്തെ തുടർന്ന് മരണപ്പെട്ട വാർത്തയും വന്നിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മുടെ കേളകം ബസ് സ്റ്റാൻഡിൽ ദിവസേന ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന കേളകം ബസ് സ്റ്റാൻഡിൽ ആളുകൾക്ക് കുടിക്കുന്നതിന് വേണ്ടി സംഭാരവും അതുപോലെ ശുദ്ധജലവും നൽകാനുള്ള ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഈ സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. പ്രധാനാധ്യാപിക PD റോസമ്മ, PTA പ്രസിഡന്റ് സഞ്ജയ് T ജേക്കബ്, മദർ PTA പ്രസിഡന്റ് ജിമോൾ വർഗീസ്, TP ബിജു, ഷീന പ്രശാന്ത്, ഷീബ പ്രകാശ്, ഷിബു കുന്നിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൈവിഷൻ ന്യൂസ്, കേളകം. ചരമം. പെരുമ്പറമ്പ് ഇക്കോ പാർക്കിന് സമീപം കടുക്കച്ചാലിൽ ഹൗസിൽ പത്മാക്ഷി അന്തരിച്ചു. 65 വയസ്സായിരുന്നു. ഭർത്താവ് ജനാർദ്ദനൻ. മക്കൾ ജിഷ, പരേതനായ ജിതേഷ്. മരുമക്കൾ സുരേഷൻ, പ്രിനി. പേരാവൂരിലെ ഗോപാൽ ടൈലേഴ്സ് ആൻഡ് ഗാർമെന്റ്സ് ഉടമയും AKTA നേതാവുമായിരുന്ന പേരാവൂർ തെരുവിലെ K ഗോപാലൻ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. ഭാര്യ സാവിത്രി. മക്കൾ ദിവ്യ, ദീപ, ദിഗിൽ. മരുമക്കൾ രഘു, പ്രമോദ്. പെരിങ്കരയിലെ ഇലഞ്ഞിമറ്റത്തിൽ ബിൻസി അന്തരിച്ചു. 43 വയസ്സായിരുന്നു. ജോണിന്റെയും പരേതയായ മോളിയുടെ മകളാണ്. മക്കൾ ഐശ്വര്യ, അഭിഷേക്. ഉളിക്കൽ പെയ്യൂർക്കരിയിലെ ഊട്ടിശാലയിൽ OJ തോമസ് തോമാച്ചൻ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. ഭാര്യ സാലി. മക്കൾ നയന, ജിത്തു, ജിതിൻ. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഉളിക്കൽ ഉണ്ണിമിശിഹ പള്ളി സെമിത്തേരിയിൽ. കൊട്ടിയൂരിലെ പരേതനായ ചിറക്കൽ തോമസിന്റെ ഭാര്യ അന്നമ്മ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. മക്കൾ സിസ്റ്റർ മരീന, ജോസഫ്, മാത്യു, സിസ്റ്റർ സിൽവി, സെബാസ്റ്റ്യൻ, ലിസി, ഫാദർ ടോമി. മരുമക്കൾ എലിസബത്ത്, ലില്ലി, റോസമ്മ, ബിജു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10:30 കൊട്ടിയൂർ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആറളഫാം 10ാം ബ്ലോക്കിൽ കാട്ടാന വീടിന്റെ അടുക്കള തകർത്തു. ആനകൾ കശുവണ്ടി ഭക്ഷിക്കുന്നത് ഫാമിന് വരുത്തുന്നത് വൻ നഷ്ടം. 2ാം ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നില്ല. പഠിതാക്കൾ ദുരിതത്തിൽ. കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവലോകന യോഗം. ഇതോടെ ന്യൂസ് ടൈം പൂർണ്ണമാകുന്നു. നമസ്കാരം.